ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള ഭൂരിഭാഗം എന്താ രാമേന്ദ്ര പ്രശ്നം? ഏറ്റവും നീതിയുക്തമായി തന്നെ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകും. ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ, അതുപോലെ തന്നെ മന്ത്രിയടക്കം, ബന്ധപ്പെട്ട മന്ത്രിയടക്കം, ദേവസ്വം ബോർഡ് ചെയർമാൻ അടക്കം പലതവണ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. എന്നാ പിന്നെ പേടിക്കണ്ട. ശബരിമലയുടെ ഒരു ചെറിയ പോയിന്റ് സ്വർണ്ണമോ അല്ലെങ്കിൽ ഏത് ചെറിയ 5 പൈസ നാണയം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ ഏറ്റവും പുണ്യമായി കാണുന്ന ഈ ദേവാലയത്തിൽ, കൃത്യമായി ഈ ആരാധനാലയത്തിൽ ഇത്തരത്തിൽ ഉള്ള ഒരു തെറ്റ്, അതിക്രമം, കള്ളത്തരം ചെയ്തത് ആരായാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. നമ്മൾ വളരെ വിശ്വാസത്തോടെ ദേവസ്വം ബോർഡ് അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ടുള്ള ചുമതലയുണ്ട്. ഓരോ വകുപ്പും കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോ അതിന്റെ സെക്ഷനും കൈകാര്യം ചെയ്യാൻ കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെയാണ് ചുമതല. ആ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആര് വീഴ്ച വരുത്തിയാലും അത് അന്വേഷിക്കും, കണ്ടെത്തും എന്ന് തന്നെയാണ് പല ഘട്ടത്തിലും പറഞ്ഞത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. 1999 സ്വർണം പൂശിയ പാളി എങ്ങനെ ചെമ്പ് പാളി എന്ന് പ്രത്യേകം നോട്ട് ചെയ്തു. 2, ആ മാനുവലിന് വിരുദ്ധമായി ഒരു വ്യക്തിയുടെ കയ്യിൽ ഇതെങ്ങനെ പുറത്തേക്ക് ഈ പാളി കൊടുത്തു വിട്ടു. 3, 39 ദിവസം എങ്ങനെ ഇത് കൈവശം വെക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധിച്ചു. 4, ഇത് തിരിച്ച് സ്വർണം പൂശിയതിനു ശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവരുമ്പോൾ തയ്യാറാക്കിയ റീപ്ലേസ് ചെയ്യുമ്പോഴുള്ള മകസറിൽ കൃത്യമായി തൂക്കം രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ട്? ഈ 4 കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വ്യക്തത വരേണ്ടതുണ്ട്, ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. കാരണം പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമല്ലോ. ഇത്തരത്തിൽ ഒരു രേഖ തയ്യാറാകുമ്പോൾ, ഒരു ഉത്തരവ് തയ്യാറാകുമ്പോൾ ആ ഉത്തരവിൽ ചെമ്പുപാളി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തണമെങ്കിൽ അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയോ ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡ് എങ്കിലും ഉണ്ടാകണം, ഒരു ആലോചനയെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ചർച്ചയെങ്കിലും ഉണ്ടാകണം. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അതുപോലെ 39 ദിവസം ഇത് കൈവശം വെക്കുന്ന സാഹചര്യവും, അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ അതിന്റെ അഭിഭാഷകരടക്കം രംഗത്ത് വന്ന് ഞങ്ങൾ ഒരിക്കൽ സ്വർണം പൂശിയതിൽ പിന്നെ പൂശില്ല, ഞങ്ങളുടെ രീതി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷനെ തെറ്റിദ്ധരിപ്പിക്കാനും പൊതുസമൂഹത്തിൽ സംശയമുണ്ടാക്കുന്ന ചിലത്തിലുള്ള പ്രവണതകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഈ സ്മാർട്ട് ക്രിയേഷൻസ് കൂടി ചേർന്നുകൊണ്ടാണ് ഗൂഢാലോചന എന്ന രൂപത്തിൽ. സത്യം എന്താണെന്ന് ആർക്കറിയാം? മറ്റു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നവരടക്കം സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല? ആ അറസ്റ്റ് ചെയ്യുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റിനെല്ലാം ഒരു സമയമുണ്ട്. സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളുകൾ 2-3 ദിവസം അവരെ സ്വതന്ത്രമായി വിട്ടാൽ അവർ ആരെയൊക്കെയാണ് കോൺടാക്ട് ചെയ്യുക, എന്തൊക്കെയാണ് അവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുക, അതെല്ലാം അണ്ടർ സർവൈലൻസിലാണ്. അപ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള തെളിവുകളും വിവരങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടും. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും പോസിറ്റീവായിട്ടാണ് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഗവൺമെന്റ് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു, ദേവസ്വം ബോർഡ് പിന്തുണ കൊടുക്കുന്നു. ഒരാൾ പോലും ഇതുമായി ബന്ധപ്പെട്ടവർ രക്ഷപ്പെടാൻ പാടില്ല. അതുപോലെ ഇത്തരം സാഹചര്യം ഇനി ആവർത്തിക്കാനും പാടില്ല. ഈ കാര്യത്തിൽ അതിശക്തമായിട്ടാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശം. ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ഓരോ കാര്യങ്ങളും എവിടെയൊക്കെ വീഴ്ച വന്നിട്ടുണ്ട്, ആരൊക്കെയാണ് കുറ്റക്കാർ, എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വിശദമായി കണ്ടെത്തിയിട്ടുണ്ട്. അത് കോടതി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും, സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും, വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കോടതിക്ക് ഈ കുറ്റം ചെയ്തു എന്നും കുറ്റക്കാരാരൊക്കെയെന്നും വളരെ കൃത്യമായ ബോധ്യമുണ്ട്. ഇനി നീ എങ്ങാനും ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രസക്തമായി നാം നോക്കിക്കാണേണ്ടത് മന്ത്രി എന്ത് പറഞ്ഞു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ത് പറഞ്ഞു, മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു, CPM പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എന്ത് പറഞ്ഞു. അത് വെച്ച് ഞാനൊരു ഡിബേറ്റിനില്ല, അതൊരു തർക്ക വിഷയമാക്കാൻ ഞാനില്ല. കാരണം അവർ പറഞ്ഞതൊക്കെ ഒരാഴ്ച മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ കേട്ടിട്ട് ഇരുന്നാൽ നമുക്ക് വട്ടായി പോകും. അവരൊരു ഘട്ടത്തിലും ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പിനോ ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ ഗവൺമെന്റിനോ ഒന്നും ഇതിൽ യാതൊരു പങ്കാളിത്തവുമില്ല. ഇത് കോൺഗ്രസ്സുകാരുടെ കാലത്ത് നടന്നിട്ടുള്ള കൊള്ളകളുടെ തുടർച്ചയാണ് എന്ന് പറയാനാണ് അവർ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അവിടെ പണ്ട് കോൺഗ്രസ് ഭരിച്ചില്ലേ, അന്ന് വലിയ കൊള്ളകൾ നടന്നിട്ടില്ലേ, അവർ അമ്പലം വിഴുങ്ങിയിട്ടില്ലേ, ഇത്തരം മറു ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ സംഭവം നടക്കുമ്പോൾ എന്തായാലും കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ അധികാരത്തിലില്ല, ഞങ്ങളുടെ അധികാര കാലയളവിലല്ല നടന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ തുടർന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളുടെ അധികാര കാലയളവിലല്ല. അങ്ങനെ തടി വരാൻ നോക്കണ്ട. പ്രതിയായി ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പ്രതിയാണ്, തെളിവെടുപ്പ് നടക്കും. തെളിവെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഹൈദരാബാദിൽ പോകും, ചെന്നൈ പോകും, ബാംഗ്ലൂർ പോകും, എവിടെയൊക്കെ പോകാമോ അവിടെല്ലാം പോകും. ഇതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പ്രതി ചേർത്ത് കേസിടും. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയും, കുറെ നേതാക്കന്മാരുടെ പേര് പുറത്തു വരും. അപ്പോൾ CPM എടുക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താ? CPMന്റെ ദേവസ്വം ബോർഡ് മെമ്പർക്കോ പ്രസിഡന്റിനോ ഭരണസമിതിക്കോ സർക്കാരിനോ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേര് നാളെ ഒരിക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു പറയേണ്ടി വരും. ഇവിടെ ഈ പ്രതി എന്ത് കുറ്റസമ്മതം മൊഴി നടത്തിയാലും, ആരൊക്കെ അതിൽ അക്യൂസ് ചെയ്താലും,
ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂസലുമില്ല ഇതില്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കം പറഞ്ഞത് ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ എന്നതാണ്. ഇപ്പോഴും CBI എൻക്വയറിക്ക് വേണ്ടി വാദിക്കുന്നവരും നിയമസഭയിൽ 5 ദിവസം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധവും സമരവും അക്രമ സമരവും എല്ലാം കണ്ടത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. കേരളത്തിന്റെ തെരുവീതികളിൽ പല ഘട്ടത്തിലും അവർ ഇതേ ആവശ്യം പറഞ്ഞ് സമരം നടത്തി. അതാ നിന്റെ വിഷമം. എന്നാൽ ഹൈക്കോടതിയിൽ ഈ കേസ് പോസ്റ്റിംഗ് ഇല്ലാത്ത ദിവസം രാവിലെ കോടതിയിൽ മെൻഷൻ ചെയ്ത് ഗവൺമെന്റ് ലീഡറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലുമാണ് തിരുവിതാംകൂറിന്റെ വിജിലൻസിന്റെ SP-ക്ക് ഒരു സീൽഡ് കവറിൽ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാനുണ്ട്. ആ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി ഈ കേസ് ഇന്ന് പോസ്റ്റിംഗ് ഇല്ലെങ്കിലും പ്രത്യേകം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇവിടെ അന്വേഷണം നടക്കട്ടെ, ഒരാൾക്കും ആരെയും സംരക്ഷിക്കണ്ടല്ലോ. കാരണം ഇവിടെ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ ബന്ധം എവിടെയൊക്കെയാണ് നമ്മൾ കണ്ടു. പല നേതാക്കന്മാരുടെ ഒപ്പം ഞാനിപ്പോ മറ്റു തരത്തിൽ ആരോപിക്കില്ല. ഇപ്പൊ സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ പോയി പൊതി കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടു. എവിടെയാണോ ബന്ധം, ആരായിട്ടാണോ ബന്ധം, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായിട്ടാണോ ബന്ധം, ആ ബന്ധം പുറത്തു വരട്ടെ, കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. ബന്ധവും കണ്ട ഫോട്ടോകൾ പറയാനാണെങ്കിൽ എല്ലാ ചേരികളിൽ നിന്നും പറയേണ്ടി. നീ എന്താടോ ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ബന്ധവും കണ്ട ഫോട്ടോകളുടെയും കാര്യം പറയുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതൊക്കെ അവതാരങ്ങളാണല്ലോ, അവർക്ക് സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കാൻ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുന്നു എന്ന നിലയ്ക്ക് നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവനൊന്നും അറിയില്ല താമോ. അങ്ങ് പറഞ്ഞ 4 കാര്യങ്ങളിൽ ആരാണ് പ്രാഥമികമായ ഉത്തരവാദികൾ എന്നുള്ളതാണ്. ഈ വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ ഞാൻ നേരത്തെ വായിച്ചതുപോലെ സമ്മർദ്ദമടക്കം ഇല്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ചല്ലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോ ജനങ്ങൾ സർക്കാരിനോട് അല്ലെങ്കിൽ സംവിധാനത്തോട് ചോദിക്കുന്ന ചോദ്യം ആ സംവിധാനത്തിന്റെ ഭാഗമായ ആളുകൾ തിരിച്ചു ചോദിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? ഒരു കൃത്യമായിട്ട് ഒരു പൂജാ സഹായിയായിട്ട് വന്ന ഒരാൾ എങ്ങനെ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു? ആരാണ് അദ്ദേഹത്തെ വളർത്തിയത്? ആരാണ് അദ്ദേഹത്തിന് സൗകര്യം കൊടുത്തത്? അതുപോലെ ദേവസ്വത്തിന്റെ ഉത്തരവിൽ പോലും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള തരികിട പ്രവൃത്തി ചെയ്യാൻ പാകത്തിലുള്ള സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെ? എല്ലാ വിഷയങ്ങളും അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കാൻ ശേഷിയുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ കുറ്റകരമായിട്ടുള്ള വീഴ്ച വന്നു. ആ വീഴ്ച അന്വേഷിക്കട്ടെ. അവർ എത്ര ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണോ, ദേവസ്വം ബോർഡ് അംഗങ്ങളാണോ, അതിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണോ, ആ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഏതറ്റം വരെ പൊക്കോട്ടെ എന്ന് ഒരാളെ സംരക്ഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു നയാ പൈസ അവിടെ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനായാലും മാതൃകയായിട്ട് ശിക്ഷിക്കട്ടെ. ഇതിലൊന്നും ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല, അതിന്റെ പുറകെ പോകുന്നില്ല. സത്യം കണ്ടെത്താൻ ഈ ഗവൺമെന്റ് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കും. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയും. അങ്ങ് എഫ്ഐആർ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എന്റെ കയ്യിലുള്ള വിവരപ്രകാരം ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അങ്ങ് എഫ്ഐആർ കണ്ടിട്ടില്ല. എന്റെ കയ്യിലുള്ള വിവരപ്രകാരം 8ാമത്തെ പ്രതി ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഓഫ് ദി ഇയർ 2019 എന്നാണ്. അല്ല, ഇത് അങ്ങയുടെ ഊഴമല്ല, അങ്ങയുടെ വിശദീകരണം അല്ല, അങ്ങയുടെ ഊഴമല്ല. ഒരു 3 ഏത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? നവോത്ഥാന മതിലുമായി ഇറങ്ങി വിപ്ലവം നടത്താൻ ഇറങ്ങിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും പ്രത്യേകമായ ഒരു സമിതി തന്നെ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ മുടക്കി സമാന്തര സംവിധാനം നടത്തിയപ്പോൾ ഞങ്ങൾ അവിടെ രാഷ്ട്രീയ പ്രേരിത സമരത്തിന് നേതൃത്വം നൽകിയോ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? 2019 പ്രസിഡന്റിന് നിലവിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ മെയിൽ അയച്ചിട്ടുണ്ട്. അതായത് സ്വർണം പൂശാൻ കൊണ്ടുപോയതിൽ മിച്ചമുണ്ടെന്നും അതൊരു കല്യാണത്തിന് ധനസഹായമായി കൊടുക്കട്ടെ എന്നും ചോദിച്ച് കൊടുത്തിട്ടുള്ള മെയിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തുകുത്തുകൾ. ആലോചിച്ച് നോക്കിയ ദേവസ്വം ബോർഡിൽ ശബരിമല സന്നിധിയിൽ അയ്യപ്പന്റെ സ്വത്ത് കല്യാണത്തിന് ധനസഹായം കൊടുക്കട്ടെ എന്ന് ഒരാൾ വന്ന്, ഒരു സ്പോൺസർ അല്ലെങ്കിൽ ഒരു വ്യക്തി വന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് കൃത്യമായ റിട്ടേൺ ഡോക്യുമെന്റ് ദേവസ്വം ബോർഡിന് വന്നിട്ട് അന്നിരുന്ന രാഷ്ട്രീയ നേതൃത്വം ആ ദേവസ്വം ബോർഡ് ആ കാര്യത്തിൽ പ്രതികരിച്ചില്ല എന്ന് പറയുന്നതും ഇത് കണ്ടില്ല എന്ന് പറയുന്നതിലും എന്ത് സാങ്കത്യമാണുള്ളത്? അത് നല്ല അടികൊള്ളാത്തതിന്റെ. അവിടെ ഇതിന്റെ കുറ്റക്കാരായിട്ടുള്ള മുരാരി ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ ഇടതുപക്ഷ ബന്ധം, ഇടതുപക്ഷ സംഘടനാ ബന്ധം, അതടക്കമുള്ള ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകൾ, അപ്പം അന്നിരുന്ന ദേവസ്വം ബോർഡിന്റെ മൗനവും അതിന് കൊടുത്ത പിന്തുണയും ദേവസ്വം ബോർഡിലെ CPM ജീവനക്കാരുടെ ഇടപെടലും അടക്കം സംശയത്തിന് ഇട നൽകുമ്പോൾ ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ.